തനിക്ക് എന്ന് നോക്കി നടന്നൂടെ? എന്റെ കാല് ചവിട്ടി നശിപ്പിച്ചു. എന്തോന്ന് സോറി? എയർ ഹോസ്റ്റസിന് പരിക്ക് പറ്റിയാ പിന്നെ ചായയും കാപ്പിയൊക്കെ ആര് തരും? നിങ്ങൾ എയർ ഹോസ്റ്റസ് ആണോ? എന്താ ഞാൻ ആയിക്കൂടാന്നുണ്ടോ? അല്ലല്ല, തീർച്ചയായിട്ടും ആകാം. കൊള്ളാം. നിങ്ങൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾക്ക് ചായയോ കാപ്പിയോ വേണോ? ഞങ്ങൾ ആദ്യം ഒന്ന് ഇരുന്നോട്ടെ, എന്നിട്ട് കുടിക്കാൻ കാപ്പി. സംശയമുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ. സാറേ, സാറിന് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് പൂരി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, താങ്ക് യു. നിങ്ങൾ കഴിക്കേ, ഞാൻ പോയി സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് വരാം. ചട്നി ഉണ്ടോ? എടുത്ത് കഴിച്ചോ. നമസ്കാരം. ഇൻസ്ട്രക്ഷൻസ് പറയാൻ പോകുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് അണിയുക. എനിക്ക് ബാത്റൂമിലേക്ക് പോകണം. ബെൽറ്റ് അഴിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ വരുന്നത് വരെ കൺട്രോൾ ചെയ്യ്. എന്റെ കുട്ടി. സോറി, ഇതാ നിങ്ങളുടെ കുട്ടി. ഹണി, ഇരിക്ക്. എനിക്ക് ബാത്റൂമിലേക്ക് പോകണം. പേടിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. എല്ലാവരും ശാന്തരായിരിക്കൂ. ഇപ്പോൾ തന്നെ ശരിയാക്കും. എന്ത് പറ്റി? ഭൂകമ്പകാനുണ്ടായോ? പ്ലെയിനകത്ത് ഭൂകമ്പം വരികയില്ല. സംശയമുണ്ടോ? ദയവായി എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കാൻ നോക്കണം. മാഡം, ഇത്രയും വലിയ കുലുക്കം എങ്ങനെയാ? ഇപ്പോഴും മാഡം പറയും, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. സംശയമുണ്ടോ? ഇപ്പോൾ തീർച്ചയായും പേടിക്കേണ്ടി വരും. കാരണം പൂരി കഴിച്ച 2 പൈലറ്റും ഫുഡ് പോയിസൺ കാരണം ബോധം കെട്ട് കിടക്കുകയാണ്. എന്റെ അമ്മയാണ് സത്യം. ഇപ്പൊ ആരും പ്ലെയിൻ പറപ്പിക്കാനില്ല. ആരെങ്കിലും ഉണ്ടോ? ഫ്ലൈറ്റ് പറപ്പിക്കാൻ അറിയുന്നവരുണ്ടോ? പ്ലെയിൻ എന്താ വല്ല പട്ടവുമാണോ? ആർക്ക് വേണമെങ്കിലും പറപ്പിക്കാൻ. ഞങ്ങൾ പറപ്പിക്കാം. എങ്ങനെ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേഗം വാ. അല്ല, നിങ്ങൾ ഇതിനു മുമ്പ് ഫ്ലൈ ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ തളർന്ന് താഴെ വീണു. എന്ത്? ഗംഗാ മാതാവെ രക്ഷിക്കണേ. ഹണി, നീ എന്തായി കാണിച്ചത്? ആ ലിവറിനെ മുകളിലേക്ക് വലിക്ക്. ശരി. നേരെ ഒരു മല കാണുന്നു. സംശയമുണ്ടോ? എന്റെ അമ്മച്ചി, ഇന്നത്തോടെ എന്റെ പണി തീരും. നാളെ രാവിലെ ദുർവാർത്ത വീട്ടിലെത്തും. നമുക്ക് റേഡിയോയോട് സംസാരിക്കാം. ഓ, നിങ്ങൾ റേഡിയോയിൽ സംസാരിക്കാൻ പോവാണോ? ഞങ്ങൾ കേക്കാം. എടോ, ഞാൻ കൺട്രോൾ റൂമിൽ സംസാരിക്കാൻ പോകുന്ന കാര്യമാണ് റേഡിയോയിൽ സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. എഴുന്നേക്കാനല്ല, ഇത്തിരി മാറാനാ പറഞ്ഞത്. നമുക്ക് റേഡിയോയിലൂടെ സംസാരിക്കാം. ഓക്കെ.
ഹലോ കൺട്രോൾ റൂം, ഞങ്ങൾ ഫ്ലൈറ്റ് നമ്പർ 3141 നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ വലിയ പ്രശ്നത്തിലാണ്. ഫുഡ് പോയ്സൺ അടിച്ച് ഞങ്ങളുടെ പൈലറ്റുമാർ ബോധം കെട്ട് കിടക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചത്? അതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കാനുള്ള സമയമാണ് ഇത്. ഞങ്ങൾ ഏത് എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്നൊന്ന് പറയോ? നിങ്ങൾ അടുത്ത രാജ്യത്തിന്റെ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അടുത്ത രാജ്യത്തിന്റെ അതിർത്തിയിൽ എത്തിയിരിക്കുന്നു എന്നോ? എടാ ഫൈറ്റർ പ്ലെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ഓടിക്കുന്ന തിരക്കിലാണ്. അവരോട് പറ, പിന്നീട് നമുക്ക് ഫൈറ്റ് ചെയ്യാന്ന്. അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഹിറ്റല്ല, സൂപ്പർ ഹിറ്റ് ആണ്. നോക്ക്, അവർ തിരിച്ചു പോവാണ്. എടാ ഹിറ്റായി എന്ന് പറഞ്ഞാൽ പ്ലെയിന് വെടിവെച്ചു എന്നാണ്. സംശയമുണ്ടോ? കണ്ടോ, വെടിവെച്ചതിൽ ഒരു എഞ്ചിൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. മറ്റേ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ആ എഞ്ചിൻ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. പ്ലെയിൻ ഒരു വശത്തേക്ക് പോവാണ്, അതുകൊണ്ട് നൂല് കുറച്ച് ഈ വശത്തേക്ക് വലിക്കണം. എടാ ഇത് പ്ലെയിൻ ആണ്, പട്ടമല്ല. നൂല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനായിട്ട്. ഇത്രയും ബുദ്ധിയില്ലാത്ത ജന്തുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ എങ്ങനെയാ അവനെ സഹിക്കുന്നേ? കൽക്കട്ട ദേവി, അവര് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാണ്. അവരെ ഇറക്കി വിട്. ഫ്ലൈറ്റിനെ എങ്ങനെ ഇറക്കി വിടാൻ കഴിയാ? എന്റെ ഗംഗാമാതാവേ, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? വിട്. നീ ആടാ കടിച്ചു പിടിച്ചിരിക്കുന്നത്? കഴുതേ, വിട്. ഇതെന്തായി സംഭവിക്കുന്നത്? ഫ്ലൈറ്റിലെ ഒരു എഞ്ചിൻ കൂടി പോയെന്നാ തോന്നണത്. അത് വെറും തോന്നല് മാത്രമല്ല, ഉണ്ടായിരുന്ന എഞ്ചിന് കൂടി പോയി കിട്ടി. എടാ മരം വേണ്ട. അപ്പൊ എല്ലാം അവസാനിച്ചല്ലേ? നമ്മൾ ഉടൻ തന്നെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യണം. അവിടെ ലാൻഡ് ചെയ്യാനായി ഞാൻ ട്രൈ ചെയ്യാം. നിനക്കെന്താ വട്ടാണോ? ഈ ചെറിയ സ്ഥലത്ത് എങ്ങനെ ലാൻഡ് ചെയ്യാൻ കഴിയാ? അതല്ലാതെ വഴിയില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കും. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. സംശയമുണ്ടോ? ഹണി റെഡി. ആ.
നന്ദിയുണ്ട്. നിങ്ങളാണ് എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത്. ഞങ്ങൾ ഓരോ ആവശ്യമില്ലാതെ വെറുതെ പേടിച്ചു. നിങ്ങളോട് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല.